മാനവിക മോക്ഷം, അതും മാതൃകാ കുടുംബത്തിലൂടെ എന്ന വിഷയമാണ് കുറച്ചു നേരം എനിക്ക് നിങ്ങളുമായി സംവദിക്കാനുള്ളത്. കുടുംബം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുടുംബം അത് അള്ളാഹു സംവിധാനിച്ചു വെച്ചതാണ് എന്നതാണ് നമ്മളേവരും മനസ്സിലാക്കേണ്ടത്. അതൊരു പ്രായമെത്തിയാൽ കല്യാണം കഴിക്കണമല്ലോ. കല്യാണം കഴിച്ചാൽ പിന്നെ നമുക്ക് മക്കളാകേണ്ടതുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് വീട് വേണം. അങ്ങനെ മക്കളൊക്കെ നല്ല നിലയിലെത്തിക്കണം. ഇതങ്ങനെ പ്രകൃതിയാൽ ഒരു നാട്ടാചാരം പോലെ അതങ്ങനെ നടന്നു പോകേണ്ട ഒരു സംവിധാനമാണ് എന്ന് പ്രിയമുള്ളവരെ നമുക്കാർക്കെങ്കിലും തോന്നാറുണ്ടോ? ഒരിക്കലും തോന്നാറില്ല. മറിച്ച് ഈ ഒരു ബന്ധം, കുടുംബം എന്ന ബന്ധം, അത് പടച്ച റബ്ബ് സംവിധാനിച്ചു വെച്ചു എന്നതാണ് നമ്മളേവരും മനസ്സിലാക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ആ കുടുംബം, അതായത് ഒരു 10 പുരുഷന്മാർ ചേർന്നാൽ ഒരിക്കലും കുടുംബമാവുകയില്ല എന്നതാണ് നമ്മളേവരും മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരു കുടുംബത്തെ തേജസ്സുള്ളതാക്കുന്നത്, ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം, ഒരു കുടുംബത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും പ്രാധാന്യം ചെയ്യുന്ന നിലയിൽ ഒരു കുടുംബത്തെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ കേവലം ഒരു 10 പുരുഷന്മാർ ചേർന്നാൽ കുടുംബമാവുകയില്ല. മറിച്ച് അവിടെ നല്ല സംസ്കാരമുള്ള, നല്ല തിരിച്ചറിവുള്ള, നല്ല ധാർമ്മികതയുള്ള, നല്ല മതബോധമുള്ള ഒരു സ്ത്രീ നിർബന്ധമായും, പ്രിയമുള്ളവരെ, അതെ, ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, മക്കൾ, ഇതൊക്കെ അടങ്ങുന്ന വലിയ ഒരു വൃത്തമാണ് കുടുംബം എന്നതാണ് നമ്മൾ ഏവരും മനസ്സിലാക്കിയത്. നമുക്കറിയാം, കുടുംബം എന്ന് കേൾക്കുമ്പോൾ, കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും നാവുകളിൽ ഒഴുകിയെത്തുന്ന റബ്ബന, നമ്മൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് റബ്ബന, നമ്മുടെ റബ്ബേ ഹബ്ലന, നീ നമുക്ക് നൽകണമെന്നാഥ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന, നമ്മുടെ ഇണകളിൽ നിന്നും നമ്മുടെ സന്താനങ്ങളിൽ നിന്നും നാഥ നീ നമുക്ക് ഖുറത്ത് അയ്യുൻ, നീ നമുക്ക് കണ്ണിന് കുളിർമ നൽകണമേ തമ്പുരാനെ. എന്നിട്ടോ വജഅൽന, നീ നമ്മെ എത്തിക്കുകയും ചെയ്യണമേ, ആക്കണമേ നാഥ, ലിൽ മുത്തഖീന ഇമാമ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഇമാമിങ്ങളായി നിൽക്കാൻ നോക്കൂ പ്രിയമുള്ളവരെ. അവിടെ എൻ്റെ ഇണയിൽ നിന്നും, അത് ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ, ഇതാണ് ഇണ എന്നത്. അതിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും കണ്ണിന് കുളിർമ, അവിടെയാണ് മാതൃകാ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാര്യ ഉണ്ടായാൽ പോരാ പ്രിയമുള്ളവരെ, ഒരു ഭർത്താവ് ഉണ്ടായാൽ പോരാ, നമുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. അത് അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, ദീനുള്ള, അറിവുള്ള, മതബോധമുള്ള, ധാർമ്മികതയുള്ള മക്കളായിക്കൊണ്ട്, ഇണകളായിക്കൊണ്ട്, ഒരു മതബോധത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ കണ്ണിന് കുളിർമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ അത് അള്ളാഹു ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ്. ആ സംവിധാനത്തെ നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അതിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ, ആ കുടുംബത്തെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പറയാം, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കണ്ണിന് കുളിർമ ഉണ്ടായി എന്നത്. അപ്പോൾ അവിടെയാണ് ഈ വനിതാ സമ്മേളനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എൻ്റെ സഹോദരിമാരോടാണ്. നോക്കൂ നിങ്ങൾ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അടുക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യാ റസൂലുള്ളാഹ്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സ്വർഗത്തിലുള്ള ഹൂറികളെക്കുറിച്ച് ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ വിശാല നേത്രകളായ തരുണികളെക്കുറിച്ച് വഹൂറിൻ അയീൻ എന്നൊക്കെ ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ചോദ്യം അതായിരുന്നു, റസൂലേ, പരിശുദ്ധ ഖുർആനിലുള്ള സ്വർഗത്തിലുള്ള ഹൂറികളെ നാളെ പരലോകത്ത് റസൂലേ അവരാണോ പരലോകത്ത് ശ്രേഷ്ഠരായിട്ടുള്ളത്? അതല്ല, നമ്മളായിരിക്കോ? സ്വർഗത്തിലുള്ള ഹൂറികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പ്രതിപാദിക്കുമ്പോൾ ആരാണ് പ്രവാചകരെ നാളെ പരലോകത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരായ മഹത്വമുള്ള ആളുകൾ ആരാണ് റസൂലേ എന്ന് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടിയാ ഉമ്മു സൽമ, ഒരു വിരിപ്പിൻ്റെ ഉൾഭാഗത്തേക്കാൾ പുറം ഭാഗത്തിന് എന്ത് മേന്മയുണ്ടോ അതുപോലെയാണ് നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ ഹൂറികളെക്കാളും ഈ ലോകത്ത് നിന്ന് കർമ്മം ചെയ്ത് ഇബാദത്ത് ചെയ്തുകൊണ്ട് സ്വർഗത്തിന് അവകാശികളായി
നാളെ പരലോകത്ത് ചെന്നെത്തുന്ന സ്ത്രീകളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഹൂറികളെക്കാളും ശ്രേഷ്ഠരെന്ന് ഉമ്മു സൽമാ റളിയല്ലാഹു അൻഹയോട്. അത് പ്രവാചകൻ ഉപയോഗിച്ച ആ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കണം. ഒരു വിരിപ്പിൻ്റെ ഉൾഭാഗത്തേക്കാളും, അതെ നമുക്കറിയാം, ഒരു വസ്ത്രം ആരും പുറന്തിരിച്ച് ധരിക്കാറില്ല. നമ്മളൊരു ഷാള് വാങ്ങുമ്പോൾ, നമ്മളൊരു മെറ്റീരിയൽ വാങ്ങുമ്പോൾ, നമ്മളൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു ചെറിയ കളർ മങ്ങിയാൽ നമ്മൾ പറയും ഇതിൻ്റെ അടിഭാഗം പോലെയുണ്ടല്ലോ എന്നതാണ്. അപ്പോൾ നോക്കൂ പ്രിയമുള്ളവരെ, മേന്മ ആർക്കാണ്? ആ വിരിപ്പിന് നൽകിയതുപോലെ നാളെ പരലോകത്ത് ഈ ഹൂറികളെക്കാളും ശ്രേഷ്ഠർ, സ്വർഗത്തിന് അവകാശികളായി ഇവിടുന്ന് പോകുന്ന MGMകാരായ പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ, കാലത്തിൻ്റെ മുന്നേ നടന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകളായി ഇവിടെ നമ്മൾ കർമ്മം ചെയ്തിട്ടുള്ള ആളുകളാണ് നാളെ പരലോകത്ത് ഉന്നത പദവിയുള്ള സ്ത്രീകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ വലിയൊരു അവസരമാണിത്. അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന അവസരം നമ്മുടെ ഭർത്താവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ, നമ്മളെ മക്കളെ ശരിയും തെറ്റും നന്മയും തിന്മയും സദാചാരവും ദുരാചാരവും പരസ്പരം തിരിച്ചറിവ് നൽകിയിട്ട് പരസ്പരം ബോധ്യപ്പെടുത്തിയിട്ട് കൂട്ടിപ്പിടിക്കാൻ ആർക്കാണ് സാധിക്കുക? പരലോകത്തിൻ്റെ കാര്യത്തിലൊക്കെ സഹായിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്ത്രീകളെ ഉയർത്തി കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പറയുകയുണ്ടായി, നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ഒരിക്കലും ഖബർസ്ഥാനമാക്കരുതേ. അള്ളാഹിൻ്റെ പ്രവാചകൻ പറയാണ്, നിങ്ങളുടെ വീടുകൾ ഒരിക്കലും ഖബർസ്ഥാനമാക്കരുത്. ഖബർസ്ഥാനം, ശ്മശാനം, മയ്യത്ത് കബറെടുക്കുന്ന സ്ഥലം എന്നത് നമുക്കാർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത, ആരും പോയി ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു സ്ഥലമാണെന്ന് നമുക്കറിയാം. എന്താണ് കാരണം? അതെ, അവിടെ ജീവനില്ലാത്ത ആളുകളാണ് അവിടെ കിടക്കുന്നത് എന്നതാണ് ഖബറിടത്തിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്നെന്താ പ്രിയമുള്ളവരെ, അവിടെയുള്ള ആർക്കും പരസ്പരം സംസാരശേഷിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നെന്താണ്? ആ സ്ഥലം, അത് ഖബറിടമൊക്കെ ഇരുട്ടാണ് എന്നതാണ്. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ നോക്കൂ നിങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബർസ്ഥാനമാക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. എന്താണ്? പരസ്പരം സംസാരിക്കാതെ, പരസ്പരം ചേർത്ത് പിടിക്കാതെ, ഖബറിടം ഇരുട്ട് പോലെ, അതുപോലെ നമ്മുടെ വീട് ഇരുട്ട് നിറഞ്ഞിട്ട് വെളിച്ചമില്ലാതെ സമാധാനമില്ലാതെ ഒരു ഖബറിടത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ അവിടെ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ ഓതാത്ത വീടുകൾ എന്നൊക്കെ അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കൂടി പ്രിയമുള്ളവരെ, അതെ, ആ ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് നൽകിയിട്ടുള്ള സന്ദേശവും നമ്മുടെ കുടുംബജീവിതത്തിൽ എവിടെയും, കുടുംബജീവിതത്തിൻ്റെ ഏതൊരു സകല മേഖലകളിലും അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട്, ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? മാതൃകാ കുടുംബം എന്ന് പറയാൻ പറ്റും. ഇന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോൾ കുടുംബത്തോടു കൂടി എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് നല്ലൊരു റമദാനിനെ സ്വാഗതം ചെയ്യാനുള്ള മാനസികമായ ഒരുക്കത്തിലൂടെ നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചുവെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ ഭാഗ്യവാന്മാരാ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവേ പറയും, നമുക്ക് തോന്നാറുണ്ട് ഇഷ്ടം പോലെ പൈസയും ഞാൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു ഭർത്താവ്, നമ്മൾ പറയുന്നത് പോലെ കേട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന മക്കളൊക്കെ നമുക്കുണ്ടെങ്കിൽ, അല്ലേ? അതായത് ഒരു കുടുംബജീവിതം എന്നൊക്കെ പറയുമ്പം ആളുകളുടെ മനസ്സിലൊക്കെ അങ്ങനെയാണ്. വീട്ടിൻ്റെ മുന്നിലൊരു വാഹനം, ഇഷ്ടം പോലെ പൈസ, പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ വേറെ പ്രയാസങ്ങളൊന്നുമില്ലാത്ത നല്ല ബുദ്ധിയുള്ള ഡോക്ടറാക്കാൻ പറ്റുന്ന, എൻജിനീയറാക്കാൻ പറ്റുന്ന 2 മക്കളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ സ്വത്ത്, അതാണ് കുടുംബജീവിതം എന്നൊക്കെ അറിയാതെ ആളുകൾ വിചാരിച്ചു പോകാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ഇണ, മക്കള്, വീട്, സമ്പത്ത്, ഒരു അനുഗ്രഹീതമായ ഒരു ജോലി, ഇതൊന്നും നമ്മളാരും ഈ ഭൂലോകത്ത് നിന്ന് ആഗ്രഹിച്ചതുകൊണ്ടും ആശിച്ചതും കിട്ടിയതാണ് എന്ന് നമുക്കൊരാൾക്ക് തോന്നിപ്പോവരുതേ. പൈസ ഉണ്ടായാൽ എന്തും ആകും. ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നൊരു ഭർത്താവ് എനിക്കുണ്ടെങ്കിൽ എനിക്കെന്തും ആയി. എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വലിയൊരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, അതാണ് കുടുംബജീവിതത്തിലെ സന്തോഷം. ഒരു വാഹനമില്ലാത്ത, അല്ലെങ്കിൽ ഒരു വീടില്ലാത്ത, അല്ലെങ്കിൽ ഒരു മക്കളില്ലാത്ത ഒരു കുടുംബം അതെന്തിനാണ് എന്നൊക്കെ ഒരു പക്ഷേ, അതായത് ഇതിലേക്കാണ് ആളുകളുടെ കണ്ണു പോകുന്നത്. ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് നോക്കൂ പ്രിയമുള്ളവരെ. നമുക്ക് മക്കളുണ്ടെങ്കിൽ, നമുക്ക് ഭർത്താവുണ്ടെങ്കിൽ, നമുക്ക് ഭാര്യ ഉണ്ടെങ്കിൽ, നമുക്ക്
3 നേരം കൃത്യമായി നാഥ, അടിച്ചു പൊളിച്ചിട്ടൊന്നുമല്ല, മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി യാചിക്കാതെ തിന്നാനൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, വലിയ ബംഗ്ലാവ് പോലുള്ള വീടൊന്നുമല്ല, എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ സമാധാനത്തോടു കൂടി താമസിക്കാനുള്ള നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു വീട് ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഇതാരാ തന്നത് പ്രിയമുള്ളവരെ? ഇതാരാ തന്നത്? അൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നിങ്ങനെ പല പ്രാവശ്യം നമ്മുടെ മനസ്സിലിങ്ങനെ ഉച്ചരിക്കുന്ന രൂപത്തിൽ, ഉരുവിടുന്ന രൂപത്തിൽ നമുക്ക് ആ അനുഗ്രഹത്തിനെ നിലനിർത്താൻ, ആ അനുഗ്രഹം അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്നതിന് വേണ്ടി നമ്മൾ ആ ഒരു സ്മരണയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ലേ? ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, സമ്പത്തുണ്ടായാൽ എല്ലാം ആകുമെന്ന് തോന്നുന്ന ആളുകൾക്ക് ഒരാളിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി. വിശ്വപ്രശസ്തനായ വലിയ വ്യവസായിയായ വലിയ പ്രമുഖനായ അരിസ്റ്റോട്ടിൽ ഒനാസിസിനെ കുറിച്ചൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏറ്റവും വലിയ കോടിപതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഒറ്റ മകളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. മകൾ ക്രിസ്റ്റീന എന്നു പേരുള്ള ഒരു മകൾ. നമ്മൾ പൊതുവേ പറയും തലയിൽ വെച്ചാൽ പേനരിക്കും, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന രൂപത്തിലൊക്കെ ഇത്രയും വലിയ കൊടിപതിയായ മനുഷ്യൻ്റെ ഒറ്റ മകൾ ക്രിസ്റ്റീന ആഡംബര കല്യാണത്തോടുകൂടി ഒരുപാട് സ്ത്രീധനൊക്കെ നൽകിയിട്ട് മകളെ കല്യാണം കഴിപ്പിച്ചു. ആ മകൾ തന്നെ $100 കോടി ഉടമയായിരുന്നു എന്ന് നമ്മളിങ്ങനെ പുസ്തകം വായിച്ചാൽ നമുക്കതിൽ നിന്ന് കിട്ടും. $100 കോടി എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ 4000 കോടിയുടെ ആസ്തി ഈ ക്രിസ്റ്റീന എന്ന പെൺകുട്ടിയുടെ പേരിലുണ്ട്. ഈ പിതാവ് ഈ മകളെ കല്യാണം കഴിപ്പിച്ചോ. 2 മാസം കഴിയുമ്പോഴേക്കും അടിച്ചു പിരിഞ്ഞോ, തെറ്റിപ്പിരിഞ്ഞോ. വീണ്ടും കല്യാണം കഴിപ്പിച്ചോ, അതും യോജിച്ചു പോകാതെ തെറ്റിപ്പിരിയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കല്യാണം കഴിപ്പിച്ചോ, അതും തെറ്റിപ്പിരിഞ്ഞു പോവുകയാണ്. 4ാമത് ഇനി ആരെന്നെ കെട്ടും എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഇവളിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്കെന്തുമാത്രം സ്വത്തുണ്ട്, എനിക്കെന്തുമാത്രം സമ്പത്തുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണാൻ വരെ 3 യുവാവിൻ്റെ കൂടെ ജീവിച്ചിട്ടും എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ വിവാഹം കഴിക്കുന്നുവെങ്കിൽ എൻ്റെ ലക്ഷ്യം ഒരു കുട്ടിയെങ്കിലും എനിക്കുണ്ടാകണം എന്നതാണ്. അതാഗ്രഹിച്ചു. പിതാവിനോട് ആവശ്യപ്പെട്ടു. പിതാവ് എവിടുന്നൊക്കെയോ തപ്പി. നമുക്കറിയാം സമ്പത്തെല്ലാം ഉണ്ടാവുമ്പം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കുറേയൊക്കെ വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന്. അതെ, ക്രിസ്റ്റീന എന്ന പെൺകുട്ടിയെ 4ാമതും ഒരു യുവാവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. 3-4 മാസമാകുമ്പോഴേക്കും അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ്. അവൾ സഹിച്ചു പിടിക്ക് നിൽക്കുക. എന്തിന്? ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടെങ്കിലും അതുവരെ എനിക്ക് സഹിച്ചു പോവണം. അങ്ങനെ അവൾ ആശിച്ചതുപോലെ അവൾ ഗർഭിണിയായി. അതിൻ്റെ ഇടയിൽ ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപിരിയേണ്ടി വന്നു. അങ്ങനെ ഭർത്താവില്ലാത്ത, മാതാവില്ലാത്ത 4000 കോടി സമ്പത്തിൻ്റെ ഉടമയായിട്ടുള്ള ക്രിസ്റ്റീന ഗർഭിണിയാവുകയാ. നിങ്ങളറിയണം പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അരിസ്റ്റോട്ടിൽ ഒനാസിസിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുന്നത് അതിങ്ങനെ വായിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. 17.5 ലക്ഷം ഉറുപ്പിക ചെലവഴിക്കേണ്ടി വന്നു ക്രിസ്റ്റീന എന്ന പെൺകുട്ടി അവളുടെ ഗർഭത്തിലുണ്ടാവുന്ന രോഗങ്ങൾ കൊണ്ടും അസ്വസ്ഥതകൾ കൊണ്ടും. അതായത് കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നിട്ട് ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകളും രോഗങ്ങളും ഇവളെ പിടികൂടിയതിൻ്റെ കാരണത്താൽ അവൾക്ക് ആ പ്രസവം, അതായത് ആ ഗർഭകാലത്ത് 17.5 ലക്ഷം ഉറുപ്പിക ചെലവഴിച്ചിട്ട് 9 മാസം പൂർത്തിയാക്കി. അവസാനം അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അറിയണം പ്രിയമുള്ളവരെ, ആ പ്രസവിച്ച് വീണ കുഞ്ഞ് വെയിറ്റില്ലാത്ത, കയ്യും കാലൊക്കെ മെലിഞ്ഞുണങ്ങിയിട്ട് കണ്ണൊക്കുള്ളിലേക്ക് കുഴിഞ്ഞിട്ട് ഒരു മനുഷ്യ കുഞ്ഞാണോ അതല്ല ഏതോ ഒരു ജീവിയാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരു കുഞ്ഞിനെയാണ് പ്രിയമുള്ളവരെ ക്രിസ്റ്റീന പ്രസവിച്ചത്. ഇനിയും ഒരുപാട് കഥകൾ ആ കുടുംബത്തിൻ്റേത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എനിക്ക് പറയാനുള്ളൊരൊറ്റ സംഗതി, ഭർത്താവുണ്ടോ, മക്കളുണ്ടോ, വീടുണ്ടോ, തിന്നാൻ 3 നേരമോ 4 നേരമോ റാഹത്തിൽ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ നമ്മുടെ കയ്യിലൊക്കെ അള്ളാഹു തന്നിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും നമ്മൾ ചെറിയ പ്രായത്തിലെ മക്കളിങ്ങനെ അല്ലേ TV-ൻ്റെ മുന്നിലും ചാനലിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ നിന്ന് പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ മക്കളിങ്ങനെ തട്ടഹസിക്കുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ചലിക്കാൻ അല്ലേ, ഒന്ന് തിരിഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, നമുക്ക് മോളെ എന്ന് വിളിക്കാൻ നമ്മൾ പ്രസവിച്ചതിൽ
നമുക്ക് നമ്മൾ പ്രസവിച്ച മക്കളിൽ ഒരു കുഞ്ഞ് നമ്മുടെ മുന്നിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മുടെ കുടുംബത്തിൻ്റെയോ നമ്മുടെ തറവാടിത്വത്തിൻ്റെയോ നമ്മുടെ സമ്പത്തിൻ്റെയോ നമ്മുടെ ഏതെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ഗുണം കൊണ്ടാണ് എന്ന് പ്രിയമുള്ളവരെ നമുക്കൊരാൾക്കും ഒരിക്കലും തോന്നിപ്പോവരുത്, അല്ലാ ഇതെനിക്ക് ആര് തന്നതാണ്. അല്ലാഹുമ്മ റബ്ബ സമാവാതി സബ്, നാഥ ഈ ഏഴാകാശത്തിനെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബേ, വറബ്ബൽ അർദ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ള നാഥ, വറബ്ബന നമ്മെ സൃഷ്ടിച്ചിട്ടുള്ള തമ്പുരാനെ, ഫാലിഖൽ ഹബ്ബി വനവ വിത്തും ധാന്യവും മുളപ്പിച്ചിട്ടുള്ള നാഥ, ഈ കാണുന്ന മരങ്ങളെയും ഈ കാണുന്ന ചെടികളെയും മുളപ്പിച്ചിട്ടുള്ള നാഥ, നീയാണ് എനിക്കിത് തന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് തന്നത് റബ്ബാണ് എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി എൻ്റെ ഈ കുടുംബ ബന്ധം, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ ഇനി എനക്കാരും വേണ്ടല്ലോ, ഇനി അവരുടെ വഴിക്ക് പോയിക്കോട്ടെ, ഒരു 60 വയസ്സ് കഴിയലോടുകൂടി എനിക്ക് എൻ്റെ മക്കൾ മതി എന്ന് പറഞ്ഞ് ഭാര്യയെ മാറ്റിക്കിടത്തുകയോ ഭാര്യയെ നീ മറ്റേ മോളെ വിട്ടുപോയി കിടന്നോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുള്ള, എന്ന് പറയുന്ന ഭാര്യമാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. എന്നാൽ ഇതൊക്കെ നമുക്ക് എവിടത്തേക്കുള്ള തണലാകണം. എൻ്റെ ഭാര്യ, ഞാൻ മരിക്കുന്ന സമയത്ത്, ഭർത്താവാണോ മരിക്കുന്നത്, ഭർത്താവ് ഭാര്യയെക്കുറിച്ച് തൃപ്തിയുള്ളവളാണ് എങ്കിൽ ആ ഭർത്താവ് അപ്പോഴേ സ്വർഗത്തിലാവുകയുള്ളൂ. ഭർത്താവ് മരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് അതെനിക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മുതലാണ്, ഞാൻ തൃപ്തിയുള്ളവനാണ് എൻ്റെ ഭാര്യയെക്കുറിച്ച് എന്ന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമുക്ക് പരലോകത്തേക്കുള്ള മുതലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾ എന്തിനാ അള്ളാഹു നമുക്ക് മക്കളെ തന്നത്? എനിക്ക് 5 മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 4 മക്കളുണ്ട്, അതൊന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയറാണ്, ഒന്ന് അമേരിക്കയിലാണ്, ഒന്ന് കാനഡയിലാണ്, ഒന്ന് മലേഷ്യയിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് നമുക്ക് നാളെ പരലോകത്തേക്ക് പടച്ച റബ്ബേ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയതുപോലെ നാഥാ എന്ന് ഉൾവിളിയോടുകൂടി പടച്ച റബ്ബിൻ്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്ന മക്കളാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ മക്കളാകേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ബന്ധം മുഴുവനും ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കള് അല്ലേ, ചേർത്ത് ഹൃദയത്തോടും മനസ്സോടും കരങ്ങൾക്കുള്ളിൽ വളർത്തേണ്ടവരാണ്, ലാളിക്കേണ്ടവരാണ് നമ്മുടെ മാതാപിതാക്കളെ. ഇന്ന് മനുഷ്യർക്കൊക്കെ അത്രേ ആയുസ്സുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂൽ എൻ്റെ എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടി നമ്മൾ ഇന്ന് കാണുന്ന ആയുസ് എത്രയാണ്? 40ഉം 60ഉമാണ് എന്നതാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എനിക്ക് ചുറ്റുമുള്ള ആളുകൾ എനിക്ക് നാളെ പരലോകത്തേക്കുള്ള തണലാണ് എന്ന നിലയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയേണ്ടതുണ്ട്. അതാണ് നമുക്ക് അതാണ് നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നേടാൻ സാധിച്ചു എന്നതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ വിമൺ ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഫാമിലി ആൻഡ് സൊസൈറ്റി എന്നൊക്കെ പറയും. ഒരു സമൂഹത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും നിർമ്മാണ യൂണിറ്റി എന്നൊക്കെ പറയുന്നത് അതാരാ? സ്ത്രീകളാ. ഒരു കുഞ്ഞിനിങ്ങനെ തൊട്ടിലിൽ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ അല്ല കേട്ടോ ആട്ടുന്നത്, ഒരു സമൂഹത്തെയാണ് എന്നതാണ് നമ്മളേവരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ ആകുമോ എന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും എൻ്റെ MGMൻ്റെ സഹോദരിമാരുടെ സദസ്സുകളിലൊക്കെ പോയാൽ ഞാനൊരു ഭർത്താവിൻ്റെയും ഭാര്യൻ്റെയും കഥ പറയാറുണ്ട്. ഒരു ഭർത്താവ് വൈകുന്നേരം പഴമായിട്ട് ഇങ്ങനെ കവർ നിറയെ പഴവുമായി വന്ന ഭർത്താവിൻ്റെ കഥ. ഭാര്യ വിചാരിച്ചു വൈകുന്നേരം രാവിലെ പോയി പണിയൊക്കെ എടുത്ത് രാത്രി വരുമ്പോൾ പഴമായിട്ട് വന്ന ഭർത്താവിനെ രാവിലെ തന്നെ എണീച്ച് നല്ല 2 പഴയിലിങ്ങനെ പുഴുങ്ങിയിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചെടുത്തു. ഭർത്താവ് പേപ്പർ വായിച്ചുകൊടുക്കുന്ന ഭർത്താവ് ഈ പഴങ്ങനെ ചായ ഇങ്ങനെ കുടിക്കാട്ടോ, പഴം നോക്കിയിട്ട്, എന്നിട്ട് പഴം പുഴുങ്ങിയിട്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ തോന്നി പഴം പുഴുങ്ങിയത് ഇഷ്ടമായിട്ടില്ലാന്ന് തോന്നും, കുറേ കൊണ്ടുവന്നിനല്ലോ. പിറ്റേന്ന് രാവിലെ ഭാര്യ എന്ത് ചെയ്തോ, ചായ ഉണ്ടാക്കി പഴം പുഴുങ്ങാണ്ട് 2 പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. ഇന്നലെ പുഴുങ്ങിയതല്ലേ പ്രശ്നം, അപ്പോൾ പുഴുങ്ങാണ്ട് വെച്ച് കൊടുത്തുട്ടോ. അപ്പോൾ ഭർത്താവ് ഇങ്ങനെ ചാടിച്ചോടും, പേപ്പർ വയ്ക്കുകയാണ് ഉപ്പര്, ചാടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയട്ടോ പഴം പുഴുങ്ങാണ്ട്. ഇന്നലെ പറഞ്ഞെന്താണ്? പഴം പുഴുങ്ങിയിട്ട്. ഇന്ന് പുഴുങ്ങാണ്ട്. മുപ്പര് എന്തായാലും ഒരു കെട്ട് കൊണ്ടുവന്നല്ലോ. 3ാമത്തെ ദിവസം ഭാര്യ എന്ത് ചെയ്തറിയോ? 2 പുഴുങ്ങിയിട്ട് വെച്ചെടുത്തു. എന്താ പറയാൻ നോക്കാലോ. 2 പുഴുങ്ങിയിട്ട് വെച്ചെടുത്തു, 2 പുഴുങ്ങാണ്ട് വെച്ചെടുത്തു.
മൂപ്പര് ചാടിച്ചോണ്ട് പറയാ പയം പുയിങ്ങിയിട്ട് എന്താ പ്രശ്നം? നിങ്ങൾക്ക് എനിക്കും തിരിഞ്ഞോ? എനിക്ക് ഇന്നും തിരിഞ്ഞിട്ടില്ല. ഞാൻ ഈ കഥ പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എനിക്ക് ഇന്നും തിരിഞ്ഞിട്ടില്ല എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നമ്മളെ പല ആളുകളുടെ കുടുംബജീവിതത്തിലും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ വീട്ടിൽ കയറി വന്ന ഭർത്താവ് എന്തിനാ ഒച്ചപ്പാടാക്കും നമുക്കറിയില്ല. എന്തോ കാരണമുണ്ട്, അറിയില്ല. ചോദിച്ചാലൊട്ട് ഉത്തരം കിട്ടും ചെയ്യുമല്ല. ചില സമയത്ത് ഭാര്യമാരെന്തൊക്കെയോ ഒച്ചപ്പാടാക്കും. ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിക്കാണുന്ന ഭർത്താവ് ചിലപ്പോൾ മക്കളോടെല്ലാം ജയിക്കും അല്ലേ? നമുക്ക് ഇതൊക്കെ അനുഭവമാണ്. എന്താ പറ്റിയേ അല്ലേ? അപ്പോൾ വിചാരിക്കുക ഇനി ഇത് കേൾക്കാൻ കഴിയില്ല, മതി, കുറച്ച് കഴിഞ്ഞിട്ട് ഏഷ്യയിൽ നിസ്കരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് മുമ്പ് എല്ലാം ഉണ്ടാണ്ട് മക്കളോട് നല്ലകിട്ട് പോവും അല്ലേ? എന്താ പ്രശ്നം എന്നറിയില്ല. ചില സമയത്ത് നമ്മളെ മക്കളെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടാവും, നമുക്കറിയില്ല എന്താ പറ്റിയത്. പ്രിയമുള്ളവരെ, ഇതൊക്കെ തന്നെയാണ് എന്ത്, നമ്മൾ മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ വിചാരിക്കും അവർക്കെല്ലാം എന്തൊരു സുഖമാണില്ലേ, അവർക്കെല്ലാം എന്തൊരു സുഖ. നിങ്ങളിപ്പോൾ വിചാരിക്കില്ലേ ഷമീമ ടീച്ചർക്ക് എന്ത് സുഖ, കണ്ണൂരിന്ന് രാവിലെ ഇവിടെ വന്നു. ഞാൻ ഛർദ്ദിച്ചു കൂട്ടിയത് എനിക്കറിയും കേട്ടോ. എനിക്കൊന്ന് വയനാട് ചുരം കയറി ഒന്ന് ഇങ്ങോട്ട് എത്തണമെങ്കിൽ 2-3 ഛർദ്ദിക്കണം. അവിടെ കുറേ നേരത്തെ വന്ന് ഇങ്ങനെ കുത്തിരിക്കുന്ന ആ ഛർദ്ദിച്ച തലയിലൊന്നും ശരിയാവുന്നവരെ ഇങ്ങനെ ബാക്കിലിരുന്ന് കുറേ പ്രസംഗം കേട്ട് മാഷാ അല്ലാ. അപ്പോൾ എൻ്റെ എനർജി നിങ്ങളിലേക്ക് എന്താ ഉഷാറില്ലേ. നമുക്ക് മറ്റൊരാളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും. ഏതൊരു മനുഷ്യനും ഒരുപാട് അനുഭവിക്കുന്നുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, വലുതൊന്നും അള്ളാഹു തരാതിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ബന്ധവും നമുക്ക് ഇൻഷാ അള്ളാഹ് റമളാനാണ് നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാ ബന്ധവും പ്രിയമുള്ളവരെ, ഇതെനിക്ക് നാളെ പരലോകത്തേക്കുള്ള ബന്ധമായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിച്ചാൽ, ഇതിലൂടെ ഈ കുടുംബ ബന്ധത്തിലൂടെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കും. നമുക്കിതൊന്നും വിജയിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, എൻ്റെ ഇഷ്ടം, എൻ്റെ പ്രശ്നങ്ങൾ അതെനിക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല, എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പ്രിയമുള്ളവരെ, നഷ്ടം ആർക്കാണ്? നമുക്കാ. അള്ളയില്ല, പ്രവാചകനില്ല, ഖുർആനില്ല, മതമില്ല, ഈമാനില്ല, വിശ്വാസമില്ല. ഒരു പക്ഷേ അറിയാതെ താന്തോന്നിയായിട്ടെങ്ങാനും മാറിപ്പോയാൽ പ്രിയമുള്ളവരെ, നിസ്സഹായരായി നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന രൂപത്തിൽ നമ്മളിലേക്ക് വരുന്ന മരണം, നാഥ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. ആ മരണം മുതൽ പ്രിയമുള്ളവരെ നമ്മൾ പൊട്ടിക്കരയുന്ന കുറേ സന്ദർഭങ്ങൾ നമുക്ക് വരാനുണ്ട്. മരണസമയത്ത് നമ്മൾ പൊട്ടിക്കരയുന്നുണ്ട്, റബ്ബിലൗല, നമ്മൾ വിലപിക്കുന്നുണ്ട്, പടച്ച റബ്ബേ, റബ്ബിലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു നിശ്ചിത അവധി വരെ നാഥ നീ എന്നെ പിന്തിപ്പിക്ക് റബ്ബേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു ഘട്ടം പ്രിയമുള്ളവരെ നമുക്ക് വരാനുണ്ട്. കഴിഞ്ഞിട്ടില്ല. നമ്മൾ റൂഹുമായി മലക്കുൽ മൗത്ത് റൂഹുമായി പോയി നമ്മുടെ ബന്ധുമിത്രാദികൾ കുളിപ്പിച്ച് കഫം ചെയ്ത് നമ്മുടെ മയ്യത്ത് താങ്ങി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് വീണ്ടും നമ്മൾ വിലപിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ, യാ വൈലഹാ യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, എൻ്റെ നാശമേ എന്നെ നിങ്ങൾ എവിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്? കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. എന്നിട്ട് നമ്മുടെ ഖബർ കഴിഞ്ഞ് നമ്മളെ ഖബറടക്കി ആളുകളുടെ കാലടി ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ മലക്കുകൾ ഖബറിൽ വരും നമ്മളെ ചോദ്യം ചെയ്യാൻ. അവസാനം നിന്റെ റബ്ബാരി നബി ആര് എന്നൊക്കെ ചോദിച്ച് എൻ്റെ നാശമേ എന്ന് വിലപിച്ചിട്ട് അവസാനം ആ ഖബറിൽ നിന്നും പ്രിയമുള്ളവരെ വിലപിക്കുന്നുണ്ട്. എന്താ വിലപിക്കുന്നത്? എൻ്റെ മരണത്തോടുകൂടി എൻ്റെ കഥ കഴിച്ചെങ്കിൽ എത്ര നന്നായിരുന്നോ. എന്താ എനിക്ക് കാണിച്ചു തരുന്നത് നരകമോ? നരകത്തിൽ നിന്ന്, ഖബറിൽ നിന്ന് നരകത്തിൻ്റെ കവാടം ഇങ്ങനെ തുറന്നു കാണിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ചോദ്യത്തിന് ഉത്തരം പറയാതെ അള്ളാഹനെ മറന്ന് ജീവിച്ച, ദീനില്ലാതെ വിശ്വാസികളല്ലാതെ ഒരു മനുഷ്യൻ ഇവിടുന്ന് മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഖബറിൽ നീ നരകം ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ യാലീത്ത ഹക്കാനത്തിൽ കളിയ വീണ്ടും വിലപിക്കുകയാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞിട്ടില്ല. നാളെ പരലോകത്ത് പുനർജനിപ്പിച്ച് റബ്ബിൻ്റെ മുന്നിൽ വിചാരണക്ക് നിൽക്കുന്ന സമയം
ഒരു വിഭാഗം വലങ്കയിലും മറുവിഭാഗം ഇടങ്കയിലും ഗ്രന്ഥമേറ്റ് വാങ്ങുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ആ സമയം യാലേത്തനി വീണ്ടും വിലപിക്കുകയാണ്. ഇടങ്കയിൽ ഗ്രന്ഥമേറ്റ് വാങ്ങിയിട്ടുള്ള ആളുകൾ യാലേത്തനി ലം ഊത്ത കിതാബിയ, ലം ഊത്ത കിതാബിയ, എൻ്റെ ഈ ഗ്രന്ഥം ഈ ഇടങ്കയിൽ തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കഴിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ. അവസാനം കത്തിജ്വലിക്കുന്ന നരകിങ്ങനെ കാണുന്ന, നമ്മൾ ഇന്ന് കാണുന്ന തീയേക്കാളും 60-50 ഇരട്ടി വലുപ്പമുള്ള നരകത്തീ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന തീ ഇങ്ങനെ കാണുന്ന സമയത്ത്, നരകത്തിൻ്റെ ആ കമൽഭടന്മാരെയും മറ്റും കണ്ടു നിൽക്കുന്ന സമയത്ത് വീണ്ടും നമ്മളോടൊരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലം യഅ്തികും നദീർ, അലം യഅ്തികും നദീർ. ഒരു നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാരൻ നിങ്ങളിലേക്ക് വന്നിട്ടില്ലേ? ഖാലു ഖാലു ബല ഖദ് ജാഅനാ നദീർ. വന്നിട്ടുണ്ടായിരുന്നു, മുന്നറിയിപ്പുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫകദബനാ, കളവാക്കി, നമ്മൾ കളവാക്കി. മുന്നറിയിപ്പ് നൽകാൻ വന്നിട്ടുള്ള ആളുകളോട് നിങ്ങൾ വഴികേടിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ലൗകുന്ന, നാളെ പരലോകത്ത് നിന്ന് പ്രിയമുള്ളവരെ ആ കത്തിച്ചൊലിക്കുന്ന നരകം ഇങ്ങനെ കാണുമ്പം ലൗകുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫീ അസ്ഹാബി സഈർ. വീണ്ടും വിലപിക്കുകയാണ്, നാഥാ ഈ കത്തിച്ചൊലിക്കുന്ന ഞാൻ അന്ന് കേൾക്കുകയും ഞാനന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നാഥാ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ ആളാകുമായിരുന്നില്ലല്ലോ റബ്ബേ. നോക്കൂ പ്രിയമുള്ളവരെ, മുഴുവൻ ഘട്ടങ്ങളിലും നമ്മൾ ചെറിയ പ്രശ്നത്തിൽ, കുടുംബജീവിതത്തിൽ, വീട്ടിൽ നിസ്സാരമായ പ്രശ്നം വന്നാൽ ആളുകൾ അറിയാതെ പറയും മരിച്ചാ മതി. ഒരാളും പറഞ്ഞു പോകരുത് പ്രിയമുള്ളവരെ. ഈ കിട്ടിയ അവസരം ഉണ്ടല്ലോ മാഷാ അല്ലാഹ്, അത് നമുക്ക് അള്ളാഹു തന്ന വലിയ അനുഗ്രഹ. ഇത് നാളെ കിട്ടുമെന്നറിയില്ല. ആശിക്കുന്ന എത്ര ആളുകളുണ്ട് പ്രിയമുള്ളവരെ. നമുക്ക് ചുറ്റും ഹോസ്പിറ്റലുകളിലും വീടുകളിലും കീമോയായിട്ടും ഡയാലിസിസ് ചെയ്തിട്ടും തളർന്നും തകർന്നും കിടക്കുന്ന എത്ര ആളുകളുണ്ട്. നമ്മളൊരു വിരലിങ്ങനെ കാണുമ്പോഴല്ലോ, കൈ ഉയർത്തിയിട്ട് ഈ 10 വിരലിങ്ങനെ കാണുമ്പോൾ വരെ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് നമുക്ക് എത്രമാത്രം അള്ളാഹുവിനെ സ്തുതിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അത് നമ്മൾ വെറുതെ അല്ല അള്ളാൻ്റെ റസൂല് ചുറ്റിങ്ങനെ നോക്കുക എന്ന് പറഞ്ഞത്. ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോഴല്ലോ പ്രിയമുള്ളവരെ, ഞാൻ കണ്ണൂർ കോർപ്പറേഷൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്. ഈ അടുത്ത് ഞങ്ങൾ ഓരോ വർഷവും ഭിന്നശേഷിക്കാർ എന്നൊക്കെ പറയുന്നത് ക്ഷേമ വകുപ്പിൽ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കീഴിലാണ്. ആ ഭിന്നശേഷിക്കാരായ എൻ്റെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ 3000 ചില്ലാനം ഭിന്നശേഷിക്കാരായ 28 ഐറ്റം രോഗങ്ങൾ എന്ന് പറയണം നമ്മൾ, ശാരീരികമായ മാനസികമായ വെല്ലുവിളി നേരിടുന്ന മക്കൾ. ആ മക്കൾക്കൊരു വർഷം സർക്കാർ നൽകുന്ന ഒരു സഹായമാണ് 30 ലക്ഷം ഉറുപ്പിക ഈ മക്കൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ. അത് അപേക്ഷ സ്വീകരിക്കുന്നതിന് പകരം ഞാൻ ചെയ്യാറുള്ളത്, ഈ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ക്യാമ്പ് നടത്തും. മെഡിക്കൽ ബോർഡിനെ കൊണ്ടുവരും. എന്നിട്ട് മെഡിക്കൽ ബോർഡ് കുട്ടികളെ പരിശോധിക്കണം. ഈ കുട്ടികൾക്ക് ആവശ്യമുള്ള ഏത് ടൈപ്പ് വീൽ ചെയറാണോ, ഏത് ടൈപ്പ് വാക്കറാണോ, ഏത് ടൈപ്പ് ബെൽറ്റാണോ, ഷൂസാണോ, എന്താണോ ഈ കുട്ടികൾക്ക്, ചെവി കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് അടക്കമുള്ളത് കുട്ടികളെ പരിശോധിച്ചിട്ട് മെഡിക്കൽ ബോർഡ് നൽകുകയാണ്. എൻ്റെ ആ ക്യാമ്പിലൊക്കെ വരുന്ന മക്കളെ അനുഭവം നിങ്ങൾക്ക് കേൾക്കണം പ്രിയമുള്ളവരെ. 18 വയസ്സുള്ളൊരു മോനെ 4 സഹോദരിമാർ താങ്ങിപ്പിടിച്ച് വന്ന എൻ്റെ MGMകാർ പലപ്പോഴും എന്നിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും പല അനുഭവങ്ങളെ. 18 വയസ്സുള്ള മോനെ 4 സഹോദരിമാർ താങ്ങിപ്പിടിച്ച് വലിയ, നമുക്കറിയാം ഇങ്ങനത്തെ മക്കൾ വയസ്സിനേക്കാളും വളർച്ചയും വലുപ്പവും. ആ മകനെ കൊണ്ട് കിടത്തിയിട്ട് ഈ കുട്ടിനിങ്ങനെ എന്താണ് അവന് ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ നടു പൊന്തി കിട്ടുന്നില്ല, കൈയുണ്ട് കാലുണ്ട്, ശരീരം ഇങ്ങനെ വളർന്നു കിടക്കുക. പക്ഷേ എനിക്കിവനെ താങ്ങിപ്പിടിച്ചൊന്ന് ബാത്റൂമിൽ കൊണ്ടുപോകാനോ നടക്കാൻ ഇവന് പറ്റൂല, ഒന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, മെഡിക്കൽ ബോർഡ് നോക്കും കുട്ടിയെ, അവന് വേണ്ടത് നമുക്ക് നൽകാം, അവനെ നമുക്ക് നടത്താം എന്നൊക്കെ ഞാൻ ആശ്വസിപ്പിച്ച് വെറുതെ ആ മകൻ ഇങ്ങനെ ഒന്ന് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ മകൻ്റെ 10 വിരലും ഈ കൈ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ പുഴുതുന്ന മാങ്ങ പോലെ ഒന്നുമില്ല. എന്താണ് നിങ്ങളുടെ മകൻ്റെ കൈവിരലിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ആ ഉമ്മ പൊട്ടിക്കരിയുമെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കാൻ പോയില്ല. ഞാനങ്ങനെ ആ മകൻ്റെ അടുത്ത് പോയി എന്നെ താങ്ങിപ്പിടിച്ചിരുത്തി എൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിന്നോ. വെറുതെ ഒന്ന് കൈയൊക്കെ ഒന്നിങ്ങനെ എന്താ മോനെ പേര് എന്നൊക്കെ ചോദിച്ചൊന്ന് അടുത്ത് നിന്ന് ഇങ്ങനെ തടവി കൊടുത്തപ്പോൾ ഈ കയ്യിൽ ഇങ്ങനെ പോയപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് എൻ്റെ പറയാം, ടീച്ചറെ എൻ്റെ മകൻ്റെ കൈ കണ്ടോ നിങ്ങളെ? 10 വയസ്സ് വരെ എനിക്കും നിങ്ങൾക്കൊക്കെ ഉള്ളതുപോലെ ഈ 10 വിരലും എൻ്റെ മോനുണ്ടായിന് ടീച്ചറെ. ഇന്ന്
ഞാനൊന്ന് ബാത്റൂമിൽ കയറി ലേറ്റായിപ്പോയാൽ, ഒന്ന് അലക്കാൻ കയറിയിട്ട് ഒന്ന് കഴിഞ്ഞിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് പോയാൽ, അവന് വിശന്നാൽ അവൻ്റെ മലമുള്ള മൂത്രമുള്ള ഡൈപ്പർ തന്നെ അവൻ കടിച്ചു പറിച്ച് തിന്നും, അവൻ്റെ ബനിയൻ അവൻ കടിച്ചു പറിച്ച് തിന്നും. അങ്ങനെ തിന്ന് സ്വന്തം വിരൽ കടിച്ചു പറിച്ച് തിന്നിട്ട് ഇന്ന് അവൻ്റെ കൈ ഈ കോലത്തിലായത്. നോക്കൂ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരമായ കാര്യം പറഞ്ഞിട്ട് അടികൂടുകയും തർക്കിക്കുകയും നമ്മുടെ ബന്ധത്തെ ചിഹ്നമാക്കി മാറ്റുമ്പോൾ, പിച്ചി ചീന്തുമ്പോൾ മക്കളെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ബുദ്ധി നൽകാത്തതിൻ്റെ പേരിൽ സ്വന്തം വിരൽ കടിച്ച് പറിച്ച് തിന്നിട്ട് പുഴുത്തുന്ന മാങ്ങ പോലൊരു കുട്ടിൻ്റെ കൈ. ഞാൻ ഈ ക്യാമ്പ് നടത്തിയത് 2 ആഴ്ച മുമ്പാ. ആ 2 ആഴ്ച മുമ്പ് ഈ ക്യാമ്പിലേക്ക് മറ്റൊരു കുട്ടിയെ നിങ്ങൾ കാണണം. ഞാനിങ്ങനെ ക്യാമ്പിൽ നിന്ന് ഓരോരാളും വരുന്നത് ദൂരത്ത് നിന്ന് ഞാനിങ്ങനെ വീക്ഷിക്കുന്ന സമയത്തുണ്ടല്ലോ, 5.5 വയസ്സുള്ളൊരു പൊന്നുമോളെ കുട്ടിയിട്ട് ചെറിയ പ്രായത്തിലൊരു ഉമ്മയും ക്യാമ്പിലേക്ക് നടന്നു വരിക. ഫുള്ള് നല്ല ഭംഗിയുള്ള ഫ്രോക്കിലിട്ട് നല്ല സുന്ദരി കുട്ടിയാണ്. ഈ കുട്ടിയെ എന്തിനാണ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത്? ഒരു പ്രശ്നമില്ലാത്ത മോളാണല്ലോ, എന്തിനായിരിക്കും കൊണ്ടുവരുന്നത്? അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ചെവി കേൾക്കാത്ത കുട്ടിയായിരിക്കണം. എൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പ്രശ്നമില്ല, ഭിന്നശേഷിയല്ല, മാതാപിതാക്കൾ ആ ക്യാമ്പിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈ കുഞ്ഞ് പൈതലിനെയും കുട്ടി ഈ ഒരു ക്യാമ്പിലേക്ക് ഈ മാതാപിതാക്കൾ വരുന്നത്? എൻ്റെ അടുത്തെത്തിയപ്പോൾ ഈ മാതാപിതാക്കൾ ആ കുട്ടിയോട് സംസാരിക്കുന്നത് വളരെ കൃത്യമായി ആ കുട്ടി കേൾക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ശരിക്കും ഞാൻ വിചാരിക്കാം, റബ്ബേ എന്തായിരിക്കും ഈ കുട്ടീനെയും കുട്ടി വന്നത്? അങ്ങനെ ഈ ഉമ്മയും വാപ്പയും അവിടെ കുട്ടീനെ അവിടെ ഇരുത്തി, ഉമ്മ അവിടെ ഇരുന്നു, വാപ്പ പോയി ഫോം വാങ്ങിക്കൊണ്ടുവന്നു, ടോക്കൺ എടുത്തു. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് പോയി നിന്നോ, ആർക്കാണ് എന്താണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്, എന്തിനാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിക്കണം. പക്ഷേ ഞാൻ ചോദിക്കാൻ നിന്നില്ല, ഞാൻ അദ്ദേഹം ഫില്ല് ചെയ്യുന്നത് നോക്കി നിന്നോ. അതിലെഴുതി മക്കളെ കൃത്രിമക്കാലി എന്നെഴുതിയപ്പോൾ ഞാൻ മല്ലനെ വീണ്ടും പോയി ആ ഉമ്മാൻ്റെ അടുത്ത്. ഞാനൊരു കസേര എടുത്തിട്ട് ആ ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നു. കാരണം ഇങ്ങനെയുള്ള ആളുകളോട് നമ്മളൊന്നും പെട്ടെന്ന് അങ്ങ് ചോദിക്കാൻ പാടില്ല. ഞാൻ അവരെ അടുത്തിരുന്നു. നിങ്ങൾ ഏത് സോണിലാണ്, ആരാണ് നിങ്ങളുടെ വാർഡിലെ കൗൺസിലറെ, എന്താണ് നിങ്ങളുടെ പേര്, ഈ കുഞ്ഞിൻ്റെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അവരടുത്തിരുന്നു ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വാപ്പ് ഇങ്ങനെ വന്നു ഫോമുമായിട്ട്. ഞാൻ ആ ഫോം കയ്യിൽ വാങ്ങി. എന്നിട്ട് ഞാൻ കൃത്രിമ കാലില്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ കാല് കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ആ കാലിങ്ങനെ പൊക്കിയപ്പോണ്ടല്ലോ, തൊട മുതൽ താഴോട്ട്, ഇവിടെ മുതൽ താഴോട്ട് കാലില്ലാത്ത കുട്ടി. അത് കാണിക്കുന്നതിൻ്റെ മുമ്പേ ഞാൻ ആ സ്ത്രീയുമായി നന്നായി അടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ എന്നോട് പറയാം, ടീച്ചറേ, ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ചെയർപേഴ്സണാണ്, എൻ്റെ പേരിങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ആ സ്ത്രീയോട് പങ്കുവെച്ചു ഒരു 5 മിനിറ്റിനുള്ളിൽ. ആ സ്ത്രീ പറയാം, ടീച്ചറേ, എൻ്റെ 3ാമത്തെ കുട്ടിയാണ് ഇവൾക്ക് 6 വയസ്സായി. ഇവളെ ഞാൻ 3ാമത് പ്രസവിച്ചപ്പോൾ ഡോക്ടർ പെറ്റ് വീണ ഉടനെ എനിക്കെടുത്തിട്ട്, ഞാനും ഡോക്ടർ നല്ല ബന്ധാ, പെറ്റ് വീണ ഉടനെ ഈ കുഞ്ഞിനെടുത്തിട്ട് ഇതാടി നീ പെറ്റതൊരു മോളാണ് കേട്ടോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ചു തന്നൊരു രംഗമുണ്ട് ടീച്ചറെ. ഞാൻ കണ്ടതെന്താ അറിയോ, തൊട മുതൽ താഴോട്ടേക്ക് പരിപൂർണമായും ഒരു കാലില്ലാത്ത ഒരു കുഞ്ഞിനെയാണ് റബ്ബേ ഞാൻ പ്രസവിച്ചത് എന്ന് ഡോക്ടർ കണ്ടിട്ടില്ല. ഡോക്ടർ എനിക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഡോക്ടറോട് പറയാ, ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ കാലെവിടെ ഡോക്ടറെ? അപ്പോഴാണ് ഡോക്ടർ വരെ ശ്രദ്ധിച്ചത്. ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ, നമ്മളിത് ഒരു വിശ്വാസി എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് അയ്യോ പാവമെന്ന് തോന്നുന്ന, എമ്പതി തോന്നേണ്ടവരല്ല പ്രിയമുള്ളവരെ. നമ്മൾ ഒരു നിമിഷം അവിടെ പകരം നിൽക്കണം. ആ ഉമ്മാക്ക് പകരം നമുക്ക് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ആ ഉമ്മനോട് പറയാ, ടീച്ചറേ, അന്നു മുതൽ ഞാൻ കരയാണ് എൻ്റെ ഈ മോളെ വിചാരിച്ചിട്ടെ. അങ്ങനെ 1 വയസ്സായി 2 വയസ്സായി പല ഡോക്ടർമാരെയും കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൃത്രിമ കാല് നമുക്ക് വെച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഈ കാല് വെച്ചത്. വീണ്ടും ഞാൻ ആ കാലിങ്ങനെ പൊക്കി നോക്കുമ്പം, ആ ഉടുപ്പ് പൊക്കിയിട്ട് ആ കാല് നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ കാല് മുഴുവനും ക്ലിങ് പൊതിഞ്ഞു വെച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ക്ലിങ് പൊതിഞ്ഞു വെച്ചത്? അപ്പോൾ പറയാ, ടീച്ചറേ, കാരണം ആ കൃത്രിമ കാല് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത് വലിയ ക്വാളിറ്റി ഒന്നുമില്ല, ഒരു സാധാ കാല. കാരണം വളരുന്ന മക്കൾക്ക് ആ കാല് വെച്ചാൽ 6 മാസം കൂടുമ്പോൾ അത് മാറ്റി വെച്ചു കൊടുക്കണം. മറ്റേ കാല് വളരുന്നതിനനുസരിച്ച്, കുട്ടി വളരുന്നതിനനുസരിച്ച് ഈ കാല് വെച്ചു കൊടുക്കണം. ആ ഉമ്മ പറയാണ്, പ്രിയമുള്ളവരെ, 3 വയസ്സിൽ വെച്ച കാല് ടീച്ചറേ, പിന്നെ എനിക്ക് മാറ്റാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. എൻ്റെ ഭർത്താവ് നയിച്ച് കിട്ടുന്നത്, എനിക്ക് 3 മക്കളാ, വാടക വീട്ടിലാണ് താമസം, നമുക്ക് വേറൊരു വഴിയില്ല. ഞാൻ ഒന്നുകൂടി ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുതേ, ഈ കാലേ 6 മാസത്തിനുള്ളിൽ ഇപ്പം ഈ കുട്ടിക്ക് മാറ്റാനുള്ളത് കോർപ്പറേഷൻ മാറ്റിത്തരും. ഞാനൊക്കെ എന്നും കോർപ്പറേഷൻ ഉണ്ടാകുമെന്ന്
ഒരുറപ്പുമില്ല, എന്നാലും നിങ്ങളെൻ്റെ നമ്പർ വെക്കണം. എൻ്റെ പ്രസ്ഥാനമൊക്കെ നിങ്ങളെ ചേർത്ത് പിടിക്കും. നിങ്ങൾ വിളിക്കണം. ഒരു കാരണവശാലും നിങ്ങൾക്ക് മുതലില്ല, കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ഈ മോളെ കാല് മാറ്റി വെക്കാതിരിക്കരുതേ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമായി ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നിസ്സാരമായ കാരണത്തിൻ്റെ പേരിൽ നമ്മൾ പറയും നമ്മളെ മക്കൾ കുരുത്തം കെട്ട മക്കളാ, നമ്മുടെ ഭർത്താവ് ഒന്നിനും കൊള്ളാത്തതാ, ഇനി ഭാര്യ വീട്ടിലെ പണി തീരായിട്ടോ എന്തെങ്കിലും വിഷമയിലുള്ളതിൻ്റെ പേരിൽ ദേഷ്യം പിടിച്ചാൽ സാരമില്ല എൻ്റെ ഭാര്യയല്ലേ. ഈ നിലയിൽ ക്ഷമിക്കാൻ അയ്യൂബ് നബി ആവാൻ പ്രിയമുള്ളവരെ നമുക്കാവണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും കാണുമ്പോഴാണ് അള്ളാഹു നമ്മളൊരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആൻ ഐഡിൽ ബ്രെയിൻ ഈസ് ദി ഡെവിൽസ് വർക്ക്ഷോപ്പ് എന്ന് പറയാറുണ്ട്. അലസമായിരിക്കുന്ന ബുദ്ധി പിശാചിൻ്റെ പണിപ്പുരയാ. അതുകൊണ്ട് നല്ല ചിന്തയിലൂടെ നല്ല മനസ്സോടുകൂടി ചുറ്റുമുള്ള ആളുകളെ ചേർത്ത് പിടിച്ചിട്ട് ഭർത്താവിൻ്റെ മുന്നിൽ നമ്പർ 1 ഭാര്യയാകാൻ നമുക്ക് പറ്റണം. ഭർത്താക്കന്മാരുടെ മുന്നിൽ നമ്പർ 1 ഭാര്യയാവാൻ നമുക്ക് സാധിക്കണം. ഭാര്യമാരുടെ മുന്നിൽ നമ്പർ 1 ഭർത്താവാകാൻ 22 ക്യാരറ്റാണ് എൻ്റെ ഭാര്യ എന്ന് പറയാൻ ഭർത്താവിനും, ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് പറയാനും ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് പറയാനും സാധിക്കണം. അത്രയും നല്ല റോൾ മോഡലാണ് ഭാര്യ ഭർത്താക്കന്മാരെങ്കിൽ അവരുടെ പ്രാർത്ഥന കൊണ്ട് ഉറപ്പായും പ്രിയമുള്ളവരെ കണ്ണിന് കുളിർമയുള്ള മക്കളാ നമുക്ക് ചുറ്റുമുള്ള എല്ലാം അള്ളാഹു നന്നാക്കി തരും എന്നതിൽ ഒരു സംശയമില്ല. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തീർക്കുമാകട്ടെ. ഇതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് ഏറ്റവും നല്ല, നാളെ പാരത്രിക മോക്ഷം നേടാൻ ഉപകരിക്കുന്ന രൂപത്തിലുള്ള ബന്ധമാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കട്ടെ. ശരിക്കും പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന നിമിഷം മുതൽ എൻ്റെ മനസ്സിങ്ങനെ പൊട്ടുകയാണ്. കാരണം സുബൈദ റിപ്പൺ എന്ന് പറയുമ്പം MGM എന്ന് പറയുമ്പോൾ സുബൈത്യ ഇന്നിവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ എന്നെ ഇന്നലെ വരുത്തിക്കും. MGMലൂടെ യൗമുൽ ഖിയാമത്ത് വരെ സുബൈത്ത് ജീവിച്ചിരിക്കും എന്നതാ. കാരണം അന്നാ മരിച്ച ദിവസം നിങ്ങൾക്കൊക്കെ അറിയാലോ പ്രിയമുള്ളവർ, വലിയൊരു രാഷ്ട്രീയ നേതാവെങ്ങാനും മരണപ്പെട്ടതുപോലെയാണ്. അവിടെ നിറയെ ആ മരണപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എൻ്റെ കൂടെയായിരുന്നു ഒരാഴ്ച. എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലുണ്ട് മലപ്പുറത്ത്. ടീച്ചറെ, ഞാൻ വേഗം വിട്ടുപോയി. ടീച്ചറെ കൂടെ എനിക്ക് കൗൺസിലിന് പോകാൻ ഞാൻ വീണ്ടും കണ്ണൂരിലേക്ക് വരും. MGMലൂടെയുള്ള ബന്ധമാണ് ആ കുടുംബമായിട്ട് എനിക്ക്. പക്ഷെ എൻ്റെ സ്വന്തം എല്ലാം പരസ്പരം പങ്കുവെക്കുന്ന വലിയൊരു കൂടപ്പുറപ്പായിരുന്നു എനിക്ക് സുബൈത്ത. അങ്ങനെ ഒരുപാട് റഹ്മത്താണെങ്കിലും ഫാത്തിമത്തിയാണെങ്കിലും പരിചയപ്പെട്ട നാൾ മുതൽ നമ്മുടെ ബന്ധം ഇങ്ങനെയുള്ളൊരു ബന്ധമാണ്, പറഞ്ഞാൽ തീരാത്തൊരു ബന്ധം. ശരിക്കും പ്രിയമുള്ളവരെ, ഇന്നലെ ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജുകളിലൊക്കെ MGMകാരും KNMൊക്കെ ഇങ്ങനെ വട്ടത്തിലിരുന്ന് മീറ്റിംഗ് കൂടുമ്പോൾ ഞാനിങ്ങനെ ആ ഓരോരാളുകൾ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയായ അല്ലാഹ്, സുബൈത്തൊന്നുണ്ടായിരുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ സുബൈത്തി ഉണ്ടാവും എന്നും. പ്രിയമുള്ളവരെ, ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി ഓടിച്ചാടി MGM നെഞ്ചിലെറ്റിയിട്ട് മരണപ്പെട്ടു പോകുന്ന സമയത്തും ഇവിടെയുള്ള പല ശാഖകളിലുള്ള ആളുകളോട് അത്താണി കാണാൻ വരണട്ടോ, നമുക്കൊന്നിച്ചു പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടുന്ന പ്രിയങ്കരിയായ സുബൈത്ത ഇന്നും നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ റോൾ മോഡലായി നമുക്കും, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മളെക്കുറിച്ച് പറയാൻ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരും പറയണ്ട, നമ്മൾ മരണപ്പെട്ടാൽ നമ്മളെക്കുറിച്ച് പറയാൻ, മറ്റുള്ളവർക്ക് മാതൃകകളാക്കാൻ പറ്റുന്ന കുറേ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിച്ചു പോകാൻ നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, എൻ്റെ പ്രിയ സുബൈത്താക്ക് റഹ്മാനെ നീ മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ആ കുടുംബത്തിനെ, ആ മക്കൾക്ക് അദ്ദേഹം സുബൈത്താൻ്റെ ഭർത്താവ് ഹംസക്ക അടക്കമുള്ള ആ മോന് നാഥ, ആ കുടുംബത്തിനൊക്കെ നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾക്കും നാഥ നീ ക്ഷമയും സമാധാനവും നൽകുക തമ്പുരാനെ. അള്ളാഹുവേ,
നാളെ പരലോകത്ത് അവരെയും നമ്മയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത പദവി തന്നെ അനുഗ്രഹിക്കുക തമ്പുരാനെ. റഹ്മാൻ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും നീ ഉത്തരം നൽകണേ റഹ്മാനെ. അല്ലാഹ്, പരിശുദ്ധ റമളാൻ നമ്മുടെ അടുത്തെത്തി റഹ്മാനായ നാഥ. എല്ലാ കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ മാസത്തെ നമുക്ക് ലൈലത്തുൽ ഖദറിനെ ആഗമനം ഉപയോഗപ്പെടുത്താൻ, റമളാനിൽ സജീവമാക്കാൻ, ആഞ്ഞടിച്ച് വീശുന്ന കാറ്റുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ ധർമ്മം നൽകിയതുപോലെ നാഥ, ധർമ്മം നൽകാനുള്ള സമ്പത്തൊക്കെ നീ നമുക്ക് തന്നെ സജീവമാക്കാൻ നമ്മെ ഏവരെയും മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമാക്കുക തമ്പുരാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വർഹംനാ വർളി അന്നാ വതഖബ്ബൽ മിന്നാ വഅദ്ഖിൽനൽ ജന്ന വനജ്ജിനാ മിനൻ നാർ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.